ഹലോ, ഞാൻ നിങ്ങളുടെ അയന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ജലദോഷത്തിൻ്റെ കാര്യം കുറേ പേര്, അതായത് സൗണ്ടിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് അലർജി ഉണ്ടോക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പണിയാണ്. സൗണ്ടിൻ്റെ ചെറിയൊരു ഇടയ്ക്ക് വരുന്നുണ്ട്, എനിക്കറിയാം. സോറി, ഒന്ന് ക്ഷമിച്ചേക്കട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ഒക്കെ ആയിട്ട് കഥ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് അങ്ങ് പോയാലോ. ചുറ്റും മരങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഇടുക്കിയിലെ ദേവികുളം പഞ്ചായത്ത്. പ്രാന്തപ്രദേശങ്ങളിൽ രാത്രി മൃഗശല്യം മൂലം പുറത്തിറങ്ങാൻ പേടിക്കുന്ന നല്ല ജനങ്ങളുടെ നാട്. രാവിലെ കോടമഞ്ഞിൽ തുടങ്ങും അവിടെയുള്ള ആളുകളുടെ ജീവിതം. ഒരു തണുപ്പിനെ അതിജീവിച്ച് അധ്വാനം കൊണ്ട് ശരീരത്തെ ചൂടാക്കി രാത്രിയിലെ ആ കോടമഞ്ഞ് കൊണ്ട് വീട്ടിലെത്തുന്ന ഒരു പറ്റം പാവങ്ങളുടെ നാട്. കഥ നടക്കുന്നത് ദേവികുളം പഞ്ചായത്തിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. എൻ്റെ പേര് ദേവൻ. 22 വയസ്സുണ്ട്. കാണാൻ സുന്ദരനൊക്കെയാണ്. നല്ല വെളുത്തിട്ട നിറം. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരികൾ വീട്ടിൽ വരുമ്പോൾ പറയുന്നതാ. അപ്പോൾ പെങ്ങളോ, അവളുടെ പേര് ദേവിക. ഞങ്ങളെല്ലാവരും ദേവിക എന്ന് വിളിക്കും. എൻ്റെ ദേവ എന്നും വിളിക്കും. എന്നെ കാണാനൊരു സിനിമ നടൻ സൂര്യനൊരു കട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അവളെ കാണാൻ ആ പുതുമുഖ നടി ഐശ്വര്യരാജിൻ്റെ ഒരു ചായ ഉണ്ട് ഇത്രേ. പക്ഷേ ആ നടിയേക്കാളും സൗന്ദര്യമുണ്ട് കേട്ടോ. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ പാട്ടനൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇതുവരെ ഒന്നും ആയില്ലെന്ന് സാരം. അച്ഛനും അമ്മയ്ക്കും വളരെ ആശങ്കയാണ് എൻ്റെ കാര്യത്തിൽ. അവരെ പറ്റി പറഞ്ഞില്ലല്ലോ. അവരൊരു പാവ മാതാപിതാക്കളാണ്. എന്നെ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് കാണുന്നത്. അച്ഛനൊരു പാൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പേര് ദിവാകരൻ. അമ്മ ഹൗസ് വൈഫാണ്. പേര് അംബിക. അച്ഛൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ശരാശരി ഫാമിലിയാണ് ഞങ്ങളുടേത്. കുടുംബത്തിലെ ഞങ്ങളുടെ തങ്കക്കുടമാണ് ദേവൂട്ടി. അമ്മയെ സഹായിക്കും, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും, നല്ലോണം പഠിക്കും. വീട്ടിൽ വരെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. എന്ത് പറഞ്ഞാലും അനുസരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ തല്ലുകൂടിയിട്ടില്ല. സൗന്ദര്യത്തിന് നിറകുടമായ അവൾ എല്ലാ ഞായറും അമ്പലത്തിൽ പോകും. ഒരുപാട് പയ്യന്മാർ അവളെ ശല്യം ചെയ്യുന്നുണ്ട്. അവളതൊക്കെ വീട്ടിൽ വന്ന് പറയും. എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ചെറിയ മുറിവ് പറ്റിയപ്പോലും അവളുടെ കണ്ണ് നിറയും. അയൽപക്കത്തായി ഒരുപാട് വീടുകളുണ്ട്. എല്ലാവരോടും ഞങ്ങൾ നല്ല കൂട്ടാം. 3 മുറികളുള്ള വീട്ടിൽ അച്ഛനും അമ്മയും ഒരു റൂമിലും ഞങ്ങൾ 2 പേരും 2 റൂമിലുമായിട്ട് കിടക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ കൊച്ചു കുടുംബം. കോടമഞ്ഞിന് പോകാൻ സമയമായി. സൂര്യൻ ഉദിച്ചു തുടങ്ങി. പുതുപ്പിനുള്ളിൽ ചെറിയ സുഖമുള്ള ചുടിൽ ഞാൻ ചുരുണ്ട് കിടക്കുക. രാവിലെ തന്നെ സെറ്റായി നിൽക്കുന്നവനെ 2 ഇതൊക്കെ കൊടുത്ത് നടുവൊക്കെ ഒന്ന് അമർത്തി ആ ചൂട് പിടിച്ച് കുറച്ച് നേരം കൂടി അങ്ങ് ഉറങ്ങിക്കിടന്നു. അവൻ എണ്ണീറ്റ ഉടൻ എന്നെ ആ ചിട്ടി പൈസ കൊണ്ട് കൊടുക്കാൻ പറയണം. മറക്കരുത്, ഇത് ലാസ്റ്റ് ഡേറ്റാ. ആ പറഞ്ഞോളാം. ഇത് ഉച്ചയ്ക്ക് കാണുമോ? നോക്കട്ടെ, ഞാൻ വിളിക്കാം. പിന്നെ അവൻ വരുന്ന വഴിക്ക് റേഷൻ കടയിലൊന്ന് കയറാൻ പറഞ്ഞേക്ക്. അച്ഛനും അമ്മയും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ കിടന്നു. ഇന്നത്തേക്കുള്ള പണിയായി. ചിട്ടി പൈസ കൊടുക്കാൻ ടൗൺ വരെ പോകണം. അച്ഛനൊരു സ്കൂട്ടി വാങ്ങി വെച്ചത് കൊണ്ട് നോ പ്രോബ്ലം. ഏട്ടാ ഏട്ടാ, ദേവിട്ടി ഉറക്കെ വിളിച്ചു. അവൻ ഉറങ്ങല്ലേ? നിനക്കിപ്പോൾ എന്താ? ഏട്ടനോട് ഈ ചിത്രം വരയ്ക്കാനാ. എനിക്ക് നേരം വൈകി, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നിൽക്കേണ്ടി വരും. നിനക്കിതൊക്കെ നേരത്തെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടായിരുന്നോ? ചെന്ന് വിളിച്ചു നോക്ക്. അവൾക്ക് കോളേജിലൊക്കെ ഉള്ള ചിത്രം വരയ്ക്കണം. അതിനാ ഞാനാണ് അവൾക്ക് വരച്ചു കൊടുക്കാറുള്ളത്. അവൾ വേഗത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ തട്ടി വിളിച്ചു. ഏട്ടാ ഒന്ന് വായോ, ഒറ്റ ചിത്രം മാത്രം പ്ലീസ്. എനിക്ക് നേരം വൈകി ഏട്ടാ. അവളുടെ മുഖം വാടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വേഗം എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് പോയി. ഞാൻ വേഗം എല്ലാം എടുത്തിട്ട് മുഖമൊക്കെ കഴുകി അവളുടെ റൂമിലേക്ക് നടന്നു. ടേബിളിൽ വരയ്ക്കാനായി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉറക്കച്ചടവ് മാറ്റി നല്ല വൃത്തി വരച്ചു കൊടുത്തു. അവൾക്ക് നല്ല സന്തോഷമായി. നല്ലതായിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ അവൾ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അവളെ ശ്രദ്ധിച്ചത്. നല്ല ടൈറ്റുള്ള ടോപ്പും ലെഗിങ്സും ഒക്കെ ഇട്ട് എല്ലാം ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ ടൈറ്റുള്ളത് ഇടരുതെന്ന്. ഇതിനെന്തായിട്ടോ കുഴപ്പം? നല്ല ഭംഗിയല്ലേ? മുടി ഇങ്ങനെ കെട്ടുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞെന്നെ കാണിച്ചെന്നോട് ചോദിച്ചു. ആക്കെ ബോറ,
വേറെ ഇട്ട് പോയാൽ മതി. ഇപ്പം തന്നെ നേരം വൈകി, നാളെ വന്ന് ശ്രദ്ധിച്ചോളാം അവളും. വേണ്ട, വേഗം മാറ്റുക, ഇന്ന് ബസ്സിൽ പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. എന്നാ ഓക്കെ. അതും പറഞ്ഞ് ഞാൻ റൂമിന് പുറത്തിറങ്ങി. അവൾ വാതിലടിച്ച് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. അമ്മേ, ചിട്ടി പൈസയും റേഷൻ കാർഡും സഞ്ചി എടുത്ത് വെച്ചേക്ക്, ഞാനിതാ വരുന്നു. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ റൂമിൽ കയറി പല്ല് തേച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളുടെ കോളേജിലേക്ക് പോകുന്നതല്ലേ, ഒന്ന് മിനിങ്ങിയേക്കാൻ തന്നെ വെച്ചു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അമ്മ ഞാൻ ചോദിച്ചതൊക്കെ തന്നു. അമ്മ രാവിലെ തന്നെ അടുക്കളയിൽ തിരക്കില്ല. അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ, അതുപോലെ അങ്ങ് ചെയ്തേക്കണം. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. ദേവൂട്ടി ബാഗ് എടുത്ത് വന്നു. കണ്ടോ, ഇപ്പം എന്തൊരു ഭംഗിയുണ്ട്. വേഗം പോയേട്ടാ, നേരം വൈകും. പിന്നെ വർത്തമാനത്തിൽ നിന്നില്ല, സ്കൂട്ടി എടുത്തങ്ങ് പറപ്പിച്ചു. നിരവധി സുന്ദരികൾ പഠിക്കുന്ന ആ ഗേൾസ് കോളേജിൽ എത്തിയിട്ടാണ് വണ്ടി നിന്നത്. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും കുറച്ച് കൂട്ടുകാരികൾ അവിടെ അടുത്തേക്ക് വന്നു. ചേട്ടനാണോ, അനിയനാണോ, ബോയ് ഫ്രണ്ടാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ. ഞാൻ ചിരിച്ചിട്ട് അവിടെ നിന്നു. അവരുടെ കൂട്ടത്തിൽ എൻ്റെ അനിയത്തി മാത്രം എന്തൊരു സുന്ദരിയാണെന്ന് ഞാൻ ഓർത്തു. എന്നോടധികം അവിടെ നിൽക്കാതെ വേഗം സ്ഥലം കാലിയേക്കാൻ അവൾ നിർദ്ദേശം നൽകി. എല്ലാ പെൺകുട്ടികളും എന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാവാം ഞാൻ വണ്ടിയെടുത്ത് എങ്ങനെ പോന്നു. ടൗണിൽ ചെന്ന് ചിട്ടി പൈസ കൊടുത്ത് റെസിപ്റ്റും വാങ്ങി ഫോട്ടോ എടുത്ത് അച്ഛൻ അയച്ചും കൊടുത്തു. പിന്നെ റേഷൻ കടയിൽ പോയി. തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന സമയത്ത് തന്നെ മെഷീൻ കംപ്ലൈൻ്റായി. അതല്ലെങ്കിലും പിന്നെ അങ്ങനെ ആണല്ലോ. OTP വരുന്നുമില്ല. 1.5 മണിക്കൂറോളം അവിടെ പോസ്റ്റ്. അവസാനം അത് ശരിയായി. അരിയും പഞ്ചസാരയും ഗോതമ്പ് പൊടി എന്നിവയൊക്കെ വാങ്ങി. മണ്ണെണ്ണയ്ക്ക് കുപ്പിയെടുക്കാൻ മറന്നതിനാൽ അത് കിട്ടിയില്ല. സാധനങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് അമ്മയെ ഏൽപ്പിച്ചു. അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തിയും ഉള്ളിക്കറിയും കഴിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി PSCക്ക് ഇരുന്ന് പഠിക്കണം. എന്താ, സ്നേഹയുടെ വീട്ടിലൊരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി എടുത്തോണ്ട് വരുമോ? തൊട്ടടുത്ത വീട്ടുകാരാണ് സ്നേഹ ചേച്ചിയും ഭർത്താവ് സന്തോഷേട്ടനും. ഒരു കുഞ്ഞു മോളുണ്ട്. സന്തോഷേട്ടന് ഒരുപാട് കൃഷിയുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി. വേറെ പണിയൊന്നുമില്ല. ഞാൻ അവിടേക്ക് അങ്ങനെ പോവാറുമില്ല. പോവേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്നതാവും ശരിക്കും ശരി. 2 പേരായിട്ടും കൂട്ടാണ്, എന്നാൽ ക്ലോസ് ഒന്നുമല്ല. എന്തായാലും ഇനി ചക്ക എടുത്ത് വന്നിട്ട് പഠിക്കാനിരിക്കും. അവരോട് സംസാരിച്ച് നിന്നാൽ ചിലപ്പോൾ സമയം പോകും. അവർ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടിൻ്റെ സൈഡിലുള്ള ചായ്പിൽ നിന്ന് ചക്ക എടുക്കാൻ പോയ ഞാൻ ഒരു ശബ്ദം കേട്ടവിടെ നിന്നു. അടുത്തൊക്കെ വീടുകളുണ്ട്, എന്നാലും ചായ്പിനുള്ളിലേക്ക് ആരുടെയും ശ്രദ്ധ എത്തില്ല. ഞാൻ ജനലിനടുത്തേക്ക് നീങ്ങി ചെവി കൂർപ്പിച്ച് നിന്നു. എന്താ പതുക്കെ, മോൾ ഉണരൂ, പതിയെ. അടങ്ങി നിൽക്കടി, ഒരാഴ്ചയായി ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നു. അവിടെ എന്തായിരിക്കും? കുറേ ശബ്ദങ്ങളും അപശബ്ദങ്ങളും. എന്തായിരിക്കും? അതന്നല്ലേ. അവരകത്ത് കളിച്ച് നിവർക്കുകയാണെന്ന് മനസ്സിലായി. അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ രംഗം സെറ്റാവാൻ തുടങ്ങി. ഞാൻ ജനാലകൾ തുറക്കാൻ നല്ലവണ്ണം നോക്കി. പറ്റുന്നില്ല. അകത്തു നിന്ന് കുറ്റിയിട്ടുണ്ട്. വല്ല ഓട്ടയുണ്ടോയെന്ന് നോക്കി. ഒന്നുമില്ല. നിരാശ മാത്രം ബലം. എന്തായാലും കണ്ടില്ല എങ്കിൽ ഇപ്പോൾ ചേച്ചിയെ കാണാൻ ഒരാഗ്രഹം എനിക്ക്. ഞാൻ മുൻഭാഗത്ത് നിന്ന് കോളിംഗ് ബെൽ അടിച്ചു. 2 മിനിറ്റിന് ശേഷം സന്തോഷേട്ടൻ ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. മുഖത്ത് അല്പം വിയർപ്പ് തുള്ളികൾ കാണാം. നീയോ, എന്താണ് പ്രത്യേകിച്ച്? ശ്വാസകത നേരെയാക്കി സന്തോഷേട്ടൻ എന്നോട് ചോദിച്ചു. അമ്മ പറഞ്ഞു ഇവിടെ ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതാ ചായപ്പിലുണ്ട്, നീ എടുത്തു പോവില്ലേ? ആ, ഞാൻ എടുത്തോളാം. ഞാൻ ചായപ്പിലോട്ടും പുള്ളി അകത്തോട്ടും പോയി. എനിക്ക് ഭയങ്കര നിരാശയായി. ചേച്ചി വരുമെന്നാണ് ഞാൻ കരുതിയത്. ആ സമയത്ത് ചേച്ചിയൊന്ന് കാണാൻ ഇതുവരെ ഇല്ലാത്തൊരു മോഹം. നിരാശയോടെ ഞാൻ ചക്കയെടുത്ത് വീട്ടിലേക്ക് നടന്നു. ആ ശബ്ദങ്ങൾ മാത്രം മതിയായിരുന്നു കുറച്ച് ദിവസങ്ങൾ എനിക്ക് സ്വയം ഇങ്ങനെ ഇതാക്കാൻ. ചേച്ചി സംസാരിക്കുന്നതും ആ പ്രവർത്തികളും മനസ്സിൽ കണ്ട് ഞാൻ കുറേ പ്രാവശ്യമാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്നേഹ ചേച്ചിക്ക് ഞാനിത് സമർപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അതൊരു പതിവായി. ഇടയ്ക്ക് സ്നേഹ ചേച്ചിയെ കാണുമ്പോഴൊക്കെ ഞാൻ ആ മുഖത്ത് അപ്പോഴത്തെ ഒരു എക്സ്പ്രഷൻ വീഴ്ചെടുക്കും. അവരോട് അടുക്കാൻ ഞാൻ ശ്രമിച്ചൊന്നുമില്ല. ശ്രമിച്ചിട്ടും കാര്യമില്ല. പുള്ളി എപ്പോഴും അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ കവലയിൽ പോയി തിരിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ആകാശം ഇരുണ്ട് മൂടി. റോഡിലെ മണ്ണിനെ പറത്തിക്കൊണ്ട് തണുത്ത കാറ്റ് വീശിയടിച്ചു.
ശരീരത്തിലൊരു കുളിര് കയറി. കാറ്റിൻ്റെ വേഗത കുറയുന്നതോടൊപ്പം ഇടിയോടിച്ചൂടി ശക്തമായിട്ട് മഴ ഭൂമിയിലേക്ക് പതിച്ചു. ഞാൻ ആകെ നനഞ്ഞു. ഉമ്മറത്തിരുന്ന് മഴ പെയ്യുന്നത് ആസ്വദിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെ ഇടയിലേക്കാണ് ഞാൻ മഴ നനഞ്ഞു ചെല്ലുന്നത്. ഞാൻ വരുന്നത് കണ്ട അമ്മ അകത്തേക്ക് പോയി ഒരു തോർത്തെടുത്ത് ഓടി വന്നു. മഴ മാറിയിട്ട് പോന്നാൽ പോരായിരുന്നോടാ. അച്ഛൻ്റെ വക ഒരു ചെറിയ ഉപദേശം. ഇതൊക്കെ ഒരു രസമല്ലേ അച്ഛാ? അവൻ്റെ ഒരു രസം. അല്പം ദേഷ്യത്തോടെ അമ്മ എൻ്റെ തല തോർത്തി തന്നു. നനഞ്ഞ ഷർട്ട് അയച്ച് പിഴിഞ്ഞ് ഒരു മൂലയിൽ വെച്ചു. പിന്നെ തോർത്തെടുത്ത് അകത്തേക്ക് പോയി. അമ്മ ദേഷ്യപ്പെട്ടത് കണ്ട് ഉള്ളിൽ എന്നെ കളിയാക്കിക്കൊണ്ട് ദേവൂട്ടിയും കൂടെ വന്നു. റൂമിൽ കയറിയ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അവൾ എൻ്റെ ഫോണെടുത്ത് നോക്കാൻ തുടങ്ങി. ഫോണിൽ പേടിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. ഇനിയിപ്പോൾ ആക്കിയുള്ള ഫുട്ബോൾ കളിയും 2 ദിവസത്തേക്ക് നടക്കില്ല. മഴ പെയ്താൽ പിന്നെ അവിടെ ചെളി നിറയും. ഓ, എന്തൊരു തണുപ്പ്! തണുത്ത് വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏട്ടൻ മഴ നനഞ്ഞിട്ടല്ലേ? മഴ നനഞ്ഞൊന്നും കരുതി തണുപ്പല്ലാണ്ടാവുമോ? എന്താ പുതച്ച് കിടന്നോ? അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ മോളെ? പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിയാൽ എൻ്റെ ദൈവന് ഞാനൊരു സമ്മാനം വാങ്ങിത്തരും. പുതപ്പെടുത്ത ശരീരത്തിലേക്ക് വലിച്ചു കയറ്റുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, എന്ത് സമ്മാനം? ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ ഫോണ് മാറ്റി വെച്ചവൾ ചോദിച്ചു, അതൊക്കെ മോള് ഫസ്റ്റ് വാങ്ങിയിട്ട് വാ, അപ്പം തരാം. എന്താ ഏട്ടാ ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ പിന്നെ അതറിയാതെ നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഏട്ടനറിയില്ലേ? പ്ലീസ് എന്നോട് പറ. എൻ്റെ അടുത്ത് വന്ന് കെഞ്ചിക്കൊണ്ടവൾ പറഞ്ഞു, അതൊക്കെ അന്ന് വാങ്ങിത്തരും. ഞാൻ പറഞ്ഞാൽ നിനക്കറിയാലോ, വാങ്ങി തന്നിരിക്കും. അവളുടെ കൈ പിടിച്ച് ഞാൻ സത്യം ചെയ്തു. അപ്പോൾ എന്നെ ഇഷ്ടമല്ലല്ലേ? അവളൊന്ന് പിണങ്ങിയതുപോലെ അഭിനയിച്ചു. നിന്നെ അല്ലാതെ പിന്നെ ആരെയാണ് ഞാൻ ഇഷ്ടപ്പെടുക? നിന്റെ ചക്കര മുത്തല്ലേ? എന്നാ എന്നോട് പറ. നിനക്ക് ഞാനൊരു ജോഡി കമ്മൽ വാങ്ങിത്തരാം. എന്നെക്കൊണ്ട് വാങ്ങാൻ കഴിയുന്നൊരു സമ്മാനം, അത്രേ ഉള്ളൂ. ആണോ? അത് മതി. സന്തോഷത്തോടെ അവൾ എൻ്റെ അടുത്തങ്ങ് കിടന്നു. എനിക്കും നടക്കുന്നു. അവളത് പറഞ്ഞപ്പോൾ എൻ്റെ പുതപ്പ് ഞാൻ വലിച്ചിട്ടു. അവളും അതിനുള്ളിൽ കയറി എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു. നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ കിടക്കാൻ. ഒരു പ്രത്യേക ചൂട്. അവളുടെ അതൊക്കെ ഇങ്ങനെ അമർന്നു തുടങ്ങിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ദേവൂട്ടി വളർന്നിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അവളെ കൊച്ചു കുട്ടിയെ പോലെയാണ് കാണുന്നത്. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അവൾ ഒരു മടിയും കൂടാതെ എന്നെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. പുറത്ത് പെയ്യുന്ന പെരുമഴയുടെ തണുപ്പിൽ പുതപ്പിനുള്ളിൽ ആ ചെറിയ ചൂടിൽ അവളുടെ ആ ശരീരത്തിൻ്റെ ചൂടും കൂടിയായപ്പോൾ നിർവചിക്കാൻ പറ്റാത്തൊരു സുഖം ഞാൻ അനുഭവിച്ചു. ശരീരത്തിൽ ആക്കിയൊരു കുളിര് പോലെ. പതിയെ പതിയെ എൻ്റേതിങ്ങനെ സെറ്റായി തുടങ്ങി. ഞാൻ തിരിഞ്ഞു കിടക്കുന്നതിനാൽ അവൾക്കത് മനസ്സിലാകില്ല. ശരീരത്തിൽ കൊത്തി നിൽക്കുന്ന അതൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് എനിക്കറിയാൻ പറ്റി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഇതിലൊന്നും ഇതായിപ്പോയി. ഒരു നിമിഷം ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? സ്വന്തം പെങ്ങളെ, എൻ്റെ ദേവൂട്ടിയെ, എന്നോട് എനിക്കിങ്ങനെ ദേഷ്യം തോന്നി. ഞാൻ ചിന്തകളെ മാറ്റി അവളുടെ കൈ പിടിച്ചൊരു ഉമ്മ നൽകി. അവൾ വീണ്ടും എന്നെ ഇതാക്കി. ഒരു പെങ്ങൾക്ക് ചേട്ടനോടുള്ള മത്സരം, അത്രയേ ഉള്ളൂ. ഞാൻ അറിയാതെ ഞങ്ങളതിനെ കെട്ടിപ്പിടിച്ചുറങ്ങിപ്പോയി. അപ്പോഴും മഴ നല്ലവണ്ണം പെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴോ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. സമയം 2 മണി. കുറേ നേരം ഉറങ്ങി. അപ്പോഴും അവൾ അവിടെ തന്നെ കിടക്കുക. അവൾ അങ്ങനെയാണ്. ഉറങ്ങിയാൽ പിന്നെ എഴുന്നേക്കാൻ പാടാ. ഞാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അവളുടെ ശ്വാസം എൻ്റെ മൂക്കി വന്ന് അടിക്കുന്നുണ്ട്. ഉറക്കത്തിൽ സെറ്റായിട്ടിരിക്കുന്നത് അവളുടെ അവിടെ ഇങ്ങനതായപ്പോൾ എന്താ പറയുക, ആ ഒരു കിടപ്പിൽ അതൊക്കെ ചെറുതായിട്ട് എനിക്കിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാമല്ലോ. ഞാൻ അതിലേക്ക് നോക്കി നിന്ന് പോയി. കോരിച്ചൊരിയുന്ന മഴ. ആ കുളിരിൽ ഞാൻ അവളെ എന്നിലേക്ക് അടുപ്പിച്ചതാക്കി. അവളുടേതിങ്ങനെ അമർന്നിരിക്കുമ്പോൾ ഒരിക്കലൊരു കുരുകലോടെ അവൾ എന്നെ ഇതാക്കി. അങ്ങനെ ചേട്ടനും പെങ്ങളും ആണ് കേട്ടോ, നോർത്ത് പോയിൻ്റെ. ഇടയ്ക്ക് എപ്പോഴോ അമ്മയുടെ വിളി വന്നപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. ഞാൻ അവളുടെ കൈ മാറ്റി എണ്ണീറ്റിരുന്നു. അവളെ നോക്കി. എന്ത് സുന്ദരിയാണ് അവൾ! ആരെയും മയക്കുന്ന സൗന്ദര്യം. എങ്കിലും എൻ്റെ ദേവൂട്ടിക്ക് ഇതുവരെ ഒരു പ്രണയവും ബന്ധങ്ങളോ ഇല്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയൊരു ഉമ്മ കൊടുത്ത് എണ്ണീറ്റ് വാഷ്റൂമിൽ പോയി. എന്താമ്മേ, നല്ലൊരു ഉറക്കം കുളമാക്കി.
ഉറക്കം തടസ്സപ്പെടുത്തിയ നിരാശയിൽ ഞാൻ പറഞ്ഞു, ആ നീ ഉറങ്ങിക്കോ, എന്തൊരു മഴയാണെന്ന് നോക്കിക്കോ പുറത്ത്. ആ സന്തോഷം തന്നെ അന്വേഷിച്ച് വന്നിരുന്നു. ചായ ഉണ്ടാക്കുന്നതിനിടയിൽ അമ്മ എന്നെ നോക്കാതെ പറഞ്ഞു, സന്ദേശേട്ടനോ? എന്നെയോ? എന്നമ്മ കാര്യം? സാധാരണ സന്ദേശേട്ടൻ അങ്ങനെ വരാറില്ലല്ലോ, അതും എന്നെ അന്വേഷിച്ച്. നീ ഒരു കുട എടുത്തിട്ട് വേഗം ചെല്ലും, എന്തോ അത്യാവശ്യമുണ്ട്. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഡ്രസ്സും മാറ്റി ഒരു കമ്പൊടിഞ്ഞ കുടയും ചൂടി അങ്ങോട്ട് നടന്നു. മഴ പെയ്തിട്ട് വഴിയിലാകെ ചെളിവെള്ളം ഒഴുക്കുക. ഇതെന്താ പഴിവില്ലാത്തൊരു മഴ? സാധാ ചെരുപ്പിട്ടാത്തതിനാൽ നടക്കുമ്പോൾ പുറകിൽ നിന്നും ചെളി തെറിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങനെ നടക്കുക. സന്തോഷേട്ടൻ്റെ വീട്ടിലെത്തിയതും തൻ്റെ പഴയ ജീപ്പിൽ തൂമയും മറ്റും എടുത്ത് വെക്കുന്ന സ്നേഹ ചേച്ചിയും സന്തോഷേട്ടനെയും കണ്ട് മോൾ ഉമ്മരത്തൊരു സൈക്കിളിൽ ഇരിക്കുന്നതും കണ്ടു. ആ നീ വന്നോ? നീ ഉറങ്ങിയായിരുന്നു അമ്മ പറഞ്ഞു, അതാ ഞാൻ പോകുന്നത്. എന്നെ കണ്ടതും ചെറിയ സന്തോഷത്തോടെ പുള്ളി പറഞ്ഞു. അപ്പുറത്ത് മുഖത്ത് വേവലാതെയോടെ സ്നേഹയും. എന്തുപറ്റി പെട്ടെന്ന്? കാര്യം അറിയാൻ ഞാൻ ചോദിച്ചു. എടാ, എൻ്റെ പറമ്പിൽ ആകെ വെള്ളം കയറി നിൽക്കുന്നുണ്ടാവും, കൃഷിയൊക്കെ ഒരു പരുവാവും. ഈ സമയത്ത് ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നിനക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ വാ. തൻ്റെ കൃഷി നശിപ്പിക്കുമെന്ന ഭയത്തിൽ പുള്ളി എന്നോട് അപേക്ഷിച്ചു. എന്നാ വേഗം കയറി, പെട്ടെന്ന് പോകാം. ഞാൻ പറഞ്ഞത് കേട്ട് പുള്ളിക്കാരൻ വേഗം ജീപ്പിൽ കയറി. കുട മടക്കി ഞാനും കൂടെ കയറി. എൻ്റെ വാക്കുകൾ സ്നേഹചേച്ചിക്കും അല്പം സമാധാനം നൽകി. പുള്ളി വളരെ വേഗത്തിൽ ജീപ്പ് പായിപ്പിച്ചു. റോഡിൽ നിറഞ്ഞിരുന്ന വെള്ളം ജീപ്പിൻ്റെ വേഗത്തിൽ ചിന്തി ചിതറി. എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ചെറിയ തോട് പോലെ റോഡിലൂടെ വെള്ളം ഒഴുക്കുക. അധികം ആളുകളെയൊന്നും കാണുന്നുമില്ല. കവലയിലെ ചായക്കടയിൽ ധാരാളം ആളുകളെ കണ്ടു. സമയം മുന്നോട്ട് നീങ്ങി. ഒരു വിധത്തിൽ ഞങ്ങൾ കുന്നിന് മുകളിൽ പുള്ളിയുടെ തോട്ടത്തിലെത്തി. വാഹനം നിർത്തിയതും പുള്ളി തൂമ്പയും മറ്റും സാധനങ്ങളും എന്നോട് എടുക്കാൻ പറഞ്ഞു. അവിടെ കണ്ട ചെറിയൊരു കുഴിയിൽ നിന്നും കുറച്ച് കയറുകളും കമ്പുകളും എടുത്ത് മുന്നിൽ വെപ്രാളത്തോടെ നടന്ന പുള്ളിയുടെ കൂടെ ഞാനും പോയി. കൃഷിയിടങ്ങളിൽ വെള്ളം കുത്തനെ ഒഴുകുന്നു. ശക്തിയായ ഒഴുക്കിൽ കൃഷിഫലങ്ങൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടു കാണാത്ത മഴ കണക്കാക്കാതെ ഞാനും പുള്ളിയും കൂടി അവിടെ പരമാവധി ശരിയാക്കി. അതൊരു സുഖമുള്ളൊരു പണിയാണെന്ന് എനിക്കും തോന്നി. ഒന്നും നോക്കിയില്ല. പുള്ളിക്കാരൻ്റെ കൂടെ ഇരുട്ടാകുവോളം പണിയെടുത്തു. ഒരുവിധം ശരിയായപ്പോൾ സമയം 7 മണിയായി. ഒഴുക്ക് വെള്ളത്തിൽ കൈയും കാലും കഴുകി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പോരുന്ന വഴിക്ക് സമാധാനത്തോടെ പുള്ളി സംസാരിച്ചു. എന്നോടല്പം സ്നേഹം കൂടിയതുപോലെ എനിക്ക് സംസാരത്തിൽ തോന്നി. പുള്ളിയുടെ വീട്ടിലെത്തി ഞാൻ ഇറങ്ങി പൈപ്പിൽ നിന്നും കൈയും കാലും കഴുകി വൃത്തിയാക്കി. ഞങ്ങളെ കണ്ട് പുറത്തിറങ്ങി വന്ന സ്നേഹ ചേച്ചി മോളെ നിലത്തിരുത്തി. എന്താ ഏട്ടാ? അല്പം വേവലാതിയോടെ പുള്ളിയോട് ചോദിച്ചു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഇവൻ കൂടെയുള്ളത് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റി. പുള്ളി എന്നെ നോക്കി പറഞ്ഞതും ചേച്ചി ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഞാൻ പോയി വരാം. പുള്ളിയോടായി ഞാൻ പറഞ്ഞു. നിൽക്ക്, ചായ എടുക്കാടാ. എന്തോ പറയാൻ വന്ന സന്തോഷേട്ടനെ കടത്തി വെട്ടി സ്നേഹ ചേച്ചിയോട് പറഞ്ഞു. വേണ്ട, ഒന്ന് പോയി കുളിക്കണം. അവർ വേറെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ മഴ അല്പം കുറവുണ്ട്, ഇനിയും പെയ്താൽ ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ട്. ദൈവത്തിനോട് കാവൽ തേടിക്കൊണ്ട് ഞാൻ പോയി കുളിച്ച് വന്നു. ദേവൂട്ടി അകത്ത് പഠിക്കുക. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. വാ കഴിക്കാം. എന്നെ കണ്ടത് ബുക്കും മടക്കി എൻ്റെ കൂടെ അങ്ങ് വന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിറ്റേ ദിവസം കോളേജിനൊക്കെ അവധിയായിരുന്നു. ദേവൂട്ടിക്ക് സന്തോഷമായി. അതിൻ്റെ ഉത്സാഹം അവിടെ മൊത്തം കാണാമായിരുന്നു. മഴയൊക്കെ മാറി ആകാശം തെളിഞ്ഞു വന്നു. പുതിയൊരു പുലരി ഉണർന്നതുപോലെ. നിന്നോട് സ്നേഹമൊന്ന് ചെല്ലാൻ പറഞ്ഞു. പുറത്തെ കാഴ്ചകൾ മുഴുകിയിരുന്ന് എൻ്റെ പുറകിൽ വന്ന് അമ്മ പറഞ്ഞു. ചിലപ്പോൾ കൃഷിയിടത്തിൽ പോകാനാവും. എന്തോ അവിടെ ഒരു പ്രത്യേക രസമാണ്. എനിക്കവിടെ പോകാൻ നല്ല താല്പര്യവും. ഞാൻ വേഗം അങ്ങോട്ട് നടന്നു. ഇപ്രാവശ്യം വള്ളിയുള്ള ചെരുപ്പിട്ടു. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ചെടി മൊത്തം എൻ്റെ ഷർട്ടിൽ കിടക്കും. അവിടെ ചെന്നപ്പോൾ ആരെയും പുറത്ത് കണ്ടില്ല. സന്തോഷേട്ടൻ്റെ ജീപ്പും കാണുന്നില്ല. ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. അല്പസമയത്തിന് ശേഷം വാതിൽ തുറന്ന ചേച്ചി കൈകൾ പൊക്കി പിടിച്ച് പുറത്തേക്ക് വന്നു. 2 കൈയിലും എണ്ണയുണ്ടായിരുന്നു. ആ നീയാണോ? കയറിയിരിക്ക്, ഞാൻ മോളെ കുളിപ്പിക്കായിരുന്നടാ. ഒരു 10 മിനിറ്റ്, ഇപ്പോൾ വരാം. അല്ല, എന്താ ചേച്ചി വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നം? കാര്യം അറിയാനാണ് ഞാൻ ചോദിച്ചു. നീ കയറിയിരിക്ക്, പറയാം. പ്രശ്നങ്ങളൊന്നുമില്ല. ചേച്ചി പുഞ്ചിരിച്ച് അകത്തേക്ക് പോയി. ഞാൻ ഹാളിൽ സോഫയിലിരുന്നു. ചുറ്റും നോക്കി. ചെറിയ വീടാണെങ്കിലും നല്ല സൗകര്യം.
അപ്പോഴാണ് ഞാൻ അവരുടെ റൂം ശ്രദ്ധിച്ചത്. അതിൽ നിന്നാണല്ലോ ഈശ്വര അത് ഞാൻ ചേച്ചിയുടെ ആ അപശബ്ദങ്ങൾ കേട്ടത്. അത് ആലോചിച്ചതോടു കൂടി എൻ്റെ സെറ്റായി തുടങ്ങി. അത്രയ്ക്കുണ്ടായിരുന്നു ആ ശബ്ദത്തിൻ്റെ പവർ. ഞാൻ ചേച്ചിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു. നിഖില വിമലിൻ്റെ ഒരു ചായ ഉണ്ട്, സെറ്റായിട്ട് നിൽക്കുക തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഒക്കെ. ഹാളിൽ ടേബിളിൽ മുഖത്ത് തേക്കാൻ ഓരോ പൊടിവിദ്യകൾ പാത്രത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാവോ ഇതൊക്കെ തേക്കുന്നത്? ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഭംഗിയ. നീ എന്താണ് ആലോചിക്കുന്നത്? എൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചേച്ചി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, വീടൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. എൻ്റെ ഷർട്ട് താഴേക്ക് വലിച്ചിട്ട് ഞാൻ പറഞ്ഞു. ചേച്ചി കുട്ടിയെ താഴെ ഇരുത്തി റൂമിലേക്ക് പോയി. ഞാൻ മോളെ എടുത്ത് കളിപ്പിച്ചു. ഞാൻ ഓരോ കോപ്രായം കാട്ടുമ്പോൾ അവളിരുന്ന് ചിരിക്കുക. ആഹാ, അവൾ നിന്നോട് ഇത്ര പെട്ടെന്ന് എടുത്തോ? അകത്തു നിന്ന് വന്ന ചേച്ചി എന്നെ നോക്കി പറഞ്ഞു. കുട്ടികളല്ലേ ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലല്ലേ വരേണ്ടതുള്ളൂ. നീ ഫ്രീ ആവുമ്പോൾ വന്നോ, ഏട്ടനൊരു കമ്പനി ആവുമല്ലോ. ഞാനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് ചേച്ചി എൻ്റെ കയ്യിലേക്കൊരു 500 നോട്ട് എടുത്ത് വെച്ചു. അയ്യോ ഇതെന്താ? ഞെട്ടലോടെ ഞാൻ ചോദിച്ചു. ഏട്ടൻ നിനക്ക് തരാൻ പറഞ്ഞതാ, ഇന്നലെ നീ നല്ലോണം പണിയെടുത്തെന്ന് പറഞ്ഞു. അയ്യേ എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിലും ഞാൻ ഇതിന് വേണ്ടിയല്ലല്ലോ പറഞ്ഞെത്തി. അതെന്തെങ്കിലും ആവട്ടെ, ഇത് നീ വാങ്ങണം. ഇന്നലെ നീ ഉള്ളത് ഒരുപാട് ആശ്വാസം എന്ന് എന്നോട് പറഞ്ഞത്. എന്നാലും അത് ശരിയാണോ ചേച്ചി? ഇത് ശരി, നീ പണിയെടുത്തു കൂലി വാങ്ങുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി ഒന്നുമില്ല, നീ വാങ്ങിക്കോ. ചേച്ചി എൻ്റെ കൈ പിടിപ്പിച്ചു. ആദ്യമായിട്ടാ ഞാനൊരു പണിയെടുത്ത് കൂലി വാങ്ങുന്നത്. തുടക്കം ഏട്ടൻ്റെ കയ്യിൽ നിന്നല്ലേ. നീ രക്ഷപ്പെടും കണ്ടോ. രക്ഷപ്പെടട്ടെ. ഞാൻ ആ രൂപയെടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് മോളെ ചേച്ചിയുടെ കൈ കൊടുത്തു. നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, ഇപ്രാവശ്യം എന്തായാലും കയറി പറ്റണം. നല്ല കാര്യം. ഒരു ജോലിയൊക്കെ കിട്ടി. ഇവിടെ തന്നെ ഒരു പെണ്ണൊക്കെ കിട്ടി ജീവിക്കാൻ നോക്ക്. പെണ്ണോ? ഞാനൊന്ന് ചിരിച്ചു. അതെന്താടാ പെണ്ണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി? നീ കല്യാണമൊന്നും കഴിക്കുന്നില്ലേ? കഴിക്കണം, അതൊക്കെ ഇനി എന്താ, മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ ആദ്യം ചിന്തിക്കുന്ന കാര്യമല്ലേ ഇത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അതെന്താടാ നീ മറ്റേതാണോ? ചേച്ചിയുടെ ചോദ്യം മനസ്സിലായി. ഞാൻ ചേച്ചി തന്നെയാണ് ഇത് ചോദിച്ചതെന്ന് ശങ്കിച്ചു. അയ്യേ അതൊന്നുമല്ല. എൻ്റെ ചിരി കണ്ടതും ചേച്ചിയും ചിരിച്ചു. ഞാൻ പോട്ടെ ചേച്ചി, സന്തോഷമായിട്ട് വരുമ്പോൾ പറഞ്ഞേക്ക്. നിനക്ക് ചായ എന്തെങ്കിലും കുടിക്കണോ? വേണ്ട, ഞാൻ പോയേക്കോ. അങ്ങനെ ഞാൻ അവിടെ നിന്നും പോന്നു. ആദ്യമായിട്ടാണ് ചേച്ചിയുമായി ഇത്ര ക്ലോസായി സംസാരിക്കുമ്പോൾ ആ നനഞ്ഞ ചുരിദാർ ടോപ്പിലെ ആ മുൻഭാഗമൊക്കെ ഞാൻ നോക്കിയത് എനിക്കിപ്പോഴും മനസ്സിൽ നിന്നും വായുന്നില്ല. എന്തായാലും ചേച്ചി നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ ചെന്ന ഞാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കൂലി എല്ലാവരെയും കാണിച്ചു. കയ്യിൽ പൈസയുണ്ട് ആവശ്യത്തിന്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ സ്വന്തം അധ്വാനിച്ച് കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. റൂമിലേക്ക് നടന്ന് എൻ്റെ പിന്നാലെ ദേവൂട്ടിയും വന്നു. ഞാൻ അവളേനെ തിരിഞ്ഞു നോക്കി. ഒരു പാവാടയും ബനിയനും ആവേശം. ഏട്ടാ, ആദ്യമായിട്ട് കിട്ടിയ പൈസയല്ലേ, എനിക്കെന്താ വാങ്ങിത്തരാ? അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്നോടിങ്ങനെ ചോദിക്കാറുള്ളൂ. നിനക്കെന്താ വേണ്ടേ അത് പറഞ്ഞാൽ വാങ്ങിത്തരുമോ? അതെന്താ, ഞാൻ തന്നിട്ടില്ലേ? എന്താ, ഞാൻ ടൗണിലൊരു കടയിലൊരു ടീഷർട്ട് കണ്ടിട്ടുണ്ട്, എനിക്കതൊന്ന് വാങ്ങിത്തരുമോ? എനിക്കത് നല്ലോണം ഇഷ്ടമായി. നോക്കട്ടെ. ഏത് കടയിലാണ്? പാറയ്ക്കൽ സ്റ്റോറിൻ്റെ അടുത്തുള്ള കടയില്ലേ, അവിടെ. ഞാൻ നാളെ വാങ്ങിത്തരാം. ഇന്നിനി പുറത്തിറങ്ങാൻ വയ്യ. അത് മതി. സന്തോഷത്തോടെ അവൾ അമ്മയോട് പോയി ഇത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ചിരിച്ചുകൊണ്ട് വാതിലടച്ച് സ്നേഹ ചേച്ചി ഓർത്ത് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. എത്ര കാഴ്ച കണ്ടാലും ചേച്ചിയുടെ അന്നത്തെ ശബ്ദത്തിൽ മാത്രമേ എൻ്റെ ഇത് പുറത്തേക്ക് പോകണുള്ളൂ. എന്തല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടൗണിൽ പോയത്. അവിടെ അവൾ പറഞ്ഞ കടയിൽ ചെന്ന ടീഷർട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച് കൺഫേം ആക്കി. ക്ലാസ്സിലായതിനാൽ അവൾ കൂടുതൽ മെസ്സേജ് അയച്ചില്ല. എന്തായാലും ബ്ലാക്ക് കളറിലുള്ളൊരു ടീഷർട്ട് ഞാൻ വാങ്ങി വെച്ചു. പുറത്തിറങ്ങി ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോഴാണ് സ്നേഹ ചേച്ചിയും സന്തോഷേട്ടൻ്റെ മോളും അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഇരിക്കി എവിടെ പോയി? എന്നെ കണ്ടതും സന്തോഷേട്ടൻ ചോദിച്ചു.
ചേച്ചി എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. ഞാൻ ടീമോൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ, നിങ്ങൾ എവിടെ പോയി വരിക? മോൾക്കൊരു ചെറിയ കപക്കെട്ട് പോലെ, അതൊന്ന് കാണിക്കാൻ വന്നതാ. ചേച്ചീനെ നോക്കി പറഞ്ഞു. ശരിയാ, മോളുടെ മുഖത്ത് ക്ഷീണുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫേവറേറ്റായ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ചേച്ചിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കളിപ്പിച്ചു. എൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവളുടെ മുഖമൊക്കെ തെളിഞ്ഞ് കളിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി. ചേച്ചി കഴുത്തിട്ടും കയറി ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു സ്പ്രേയുടെ നല്ല സുഗന്ധം. കുറച്ച് കഴിഞ്ഞ് ജ്യൂസ് വന്നു. ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങി. അന്ന് കൃഷിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു. ഒന്നും പറ്റില്ലടാ, അന്ന് പോയില്ലെങ്കിൽ ഇപ്പോൾ എല്ലാം വെള്ളത്തിലായനെ. ആ പറച്ചിലിൽ ഒരാശ്വാസം ഞാൻ കണ്ടു. നീ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങ്, പുള്ളീനെ നോക്കി പറഞ്ഞു. വരുന്നുണ്ട്. ചേച്ചി മോളെ മടിയിലിരുത്തി എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വെള്ളമെല്ലാം കുടിച്ച് എൻ്റെ ബില്ല് കൂടി പുള്ളി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. വൈകുന്നേരം വീട്ടിലെത്തിയ ആവണി ഒന്ന് ഡ്രസ്സ് പോലും മാറാതെ എൻ്റെ അടുത്തേക്ക് കൂടി വന്ന്. ഞാൻ ഫോണിൽ കളിച്ചിടക്കിയായിരുന്നു. എവിടെ എൻ്റെ ടീഷർട്ട്? സമാധാനം കിട്ടാതെ അവൾ ചോദിച്ചു. ഞാൻ എണ്ണീറ്റ് അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. അവളത് തുറന്ന ടീഷർട്ട് എടുത്ത് അയ്യോ, ഞാൻ വിചാരിച്ച കളർ തന്നെ എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചത്. എന്നിട്ടൊരു റൂമിലേക്ക് ഒറ്റ വട്ടം. അമ്മ അടുക്കളയിലാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് അവൾ ടീഷർട്ട് ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കണ്ണു തള്ളിപ്പോയി. ആൽബം ടൈറ്റ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നടന്നു വന്നപ്പോൾ തുളുമ്പി കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഏട്ടാ? കൈകൾ ആരെയിൽ കുത്തിരുന്ന് അവൾ ചോദിച്ചു. കൊള്ളാം, പക്ഷേ ടൈറ്റ് കൂടുതലല്ലേ? അത് മതി, ഇപ്പോഴത്തെ ഫാഷൻ. പക്ഷേ ഇതിട്ട് പുറത്ത് പോകണ്ട. പുറത്തൊന്നും പോകില്ല, എനിക്ക് വീട്ടിലിട്ടാലും മതി. അങ്ങനെയാണെങ്കിലും ഓക്കെ. ഇതിനെന്താ ഇത്ര പ്രശ്നം? അതൊക്കെയുണ്ട്, നീ സ്വയം മനസ്സിലാക്ക്. അവളോട് നേരെ പറയാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ത് മനസ്സിലാക്കാനാ? ഏട്ടൻ തന്നെ പറ. വേണ്ട, ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട് പറ. നിൻ്റെ അത് നിൽക്കുന്നത് നോക്കടി. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു. അവളത് ചിരിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി നിന്നു. ഇതിനൊരു കുഴപ്പമില്ലല്ലോ, ഏട്ടന് വെറുതെ തോന്നുന്നതാ. നീ എന്തെങ്കിലും കാണിക്കും, പറഞ്ഞാലും മനസ്സിലാവില്ല. അല്പം വിഷമത്തോടെ ഞാൻ പറഞ്ഞു. ശരി, ഏട്ടൻ പറയുന്നത് പോലെ. സങ്കടമായോ? ഒന്നുമില്ല. എൻ്റെ മോളെ എപ്പോഴും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അത്രേ ഉള്ളൂ. എൻ്റെ ഏട്ടൻ വന്നേ. അവൾ എൻ്റെ കൈ പിടിച്ച് നടന്നു. ഏട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഞാൻ എന്നിട്ട് എവിടെയും പോവില്ല, ഞാൻ വെറുതെ കളിയാക്കിയതല്ലേ. എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്കറിയാം എൻ്റെ മോളെ, അത് മതി. എന്നാലും ഞാൻ തടി കൂടി ബോറാകുന്നുണ്ടോ? നീയോ? ഒരു ബോറും ഇല്ല കേട്ടോ. ഇങ്ങനെ ടൈറ്റായിട്ട് ഡ്രസ്സ് എടുപ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഒന്ന് മൂളിയിട്ട് അവൾ പോയി. ഞാൻ കട്ടിലിരുന്നു. എൻ്റെതാണെ സെറ്റായിട്ടിരിക്കുക. അതൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചേ പറ്റൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന ദിവസം അമ്മ വന്ന് വിളിച്ചു. അച്ഛന് സൊസൈറ്റിയിൽ നിന്നും ഫ്രീ കിട്ടിയ കുറച്ച് നെയ് പാക്കറ്റുകൾ സ്നേഹ ചേച്ചി കൊണ്ട് കൊടുക്കണം. ഞാനതും എടുത്ത് നടന്നു. ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇവിടെ ഉണ്ട്, ഒന്ന് ഫ്രീ ആയി സംസാരിക്കണം എന്ന് കരുതി വന്നതാ. കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന് വന്ന് ശേഷി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരാകാശ നീലക്കള്ള ചുരിദാറിൽ സെറ്റായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ തെളിഞ്ഞ് കാണുകയും ചെയ്യാം. എന്താ പറയുക, ഒരു പിരിസമാർന്ന ഒരു സെറ്റായിട്ടിങ്ങനെ നിൽക്കുക. നല്ലൊരു കാഴ്ച. ഞാൻ അങ്ങനെ നോക്കി നിന്ന് പോയി. ബട അകത്തിരിക്കി. ചിന്തകളെ തട്ടി ഉണർത്തി ചേച്ചി എന്നെ വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറി. എവിടെ സന്തോഷേട്ടൻ? എനിക്കിതിനിടയിൽ ഞാൻ ചോദിച്ചു. പുള്ളി ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാ. ജീപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാകുമെന്ന്. അത് കല്യാണത്തിനൊന്നും പുള്ളി ഈ വണ്ടി എടുക്കില്ല, കൂട്ടുകാരുടെ കൂടെ പോയി. എന്താ ചേച്ചി? കയ്യിലെ കവർ ഞാൻ ചേച്ചിക്ക് നീട്ടി നൽകി. എന്താ അത് അച്ഛന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതാ. എനിക്ക് ഇപ്പോൾ വരാം. ചേച്ചി അകത്തേക്ക് പോയി മോളെ കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നു. ഒന്ന് കുനിഞ്ഞതും ഒക്കെ അങ്ങോട്ട് പുറത്ത് ചാടി. എൻ്റെ ഉള്ളിലൊരു തീ കത്തി. ആ പീനസൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നീ മോളേന്ന് നോക്ക്, അടുക്കള കൂടി ഒന്ന് തുടയ്ക്കാനുണ്ട്. ശരി ചേച്ചി, സംസാരിക്കാൻ ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞു. ചേച്ചി തിരിഞ്ഞു നടന്നതും
അതൊക്കെ കണ്ട് അതും എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ തന്നെ ഭയന്നു പോയി. അത്രയ്ക്ക് സെറ്റായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ മോളെ കളിപ്പിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞ് ചേച്ചി വന്നു. ഒരു തോർത്തുകൊണ്ട് മുൻഭാഗം മറിച്ചിട്ടുണ്ട്. പുല്ല്, ഞാൻ മനസ്സിൽ പറഞ്ഞു. മോളെ എൻ്റെ കയ്യിൽ നിന്നും എടുക്കാൻ നോക്കി, പക്ഷേ മോള് പോയില്ല. ആഹാ, ഇപ്പോൾ എൻ്റെ ഒന്നും വേണ്ടല്ലേ കാന്താരി, അതും പറഞ്ഞ് ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത സോഫയിലിരുന്നപ്പോൾ അതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവയൊക്കെ തലോടാനൊക്കെ തോന്നി, പക്ഷേ ഞാൻ അടങ്ങി നിന്നു. നല്ലവണ്ണം നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ പോകട്ടെ. പോയിട്ട് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതൊന്നുമില്ല. എന്താ അവിടെ ഇരിക്കും, നീ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അതൊക്കെ പിന്നെ ആവാമല്ലോ. എനിക്ക് അവിടെ ഇരിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. എങ്കിലും ഞാൻ വെറുതെ ഡീസൻറ്റ് കളിക്കുക. ഒന്നും പറയണ്ട, നീ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ഞാനിങ്ങനെ മോളെയും കളിപ്പിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി ടേബിളിൽ ദോശയും ബീഫ് കറിയും കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയായി. എങ്കിലും ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ചേച്ചിയുടെ നിർബന്ധപ്രകാരം ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. മോളെ ചേച്ചിക്ക് നൽകി കൈ കഴുകി വന്നിരുന്ന് ഞാൻ കഴിക്കാൻ ആരംഭിച്ചു. ചേച്ചി കഴിച്ചോ? ഞാൻ രാവിലെ കഴിച്ചടാ. നല്ല രുചിയുണ്ടല്ലോ ചേച്ചി. ചേച്ചി ഉണ്ടാക്കിയതാ അതോ പുറത്തുനിന്ന് വാങ്ങിയതാ? ഞാൻ ചോദിച്ചു. പോടാ കളിയാക്കാതെ, സത്യം നല്ല രുചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മുഖം തെളിഞ്ഞു. എന്താ ഈ പഠനമൊക്കെ? നടക്കുന്നുണ്ട്. നീ ഏത് വർഷമാണ് കോളേജ് കഴിഞ്ഞ്? കഴിഞ്ഞ വർഷം. ചേച്ചിയോ? 2 വർഷം മുൻപ്. ആഹാ, അപ്പോൾ എന്നെക്കാളും 2 വർഷം മാത്രമേ മൂപ്പുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞത് കേട്ട് ചേച്ചി ഒന്ന് ചിരിച്ചു. കോളേജ് ലൈഫൊക്കെ ആയിരുന്നു രസം, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ ചേച്ചി പറഞ്ഞു. ശരിയാ, ഇപ്പം അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അപ്പോൾ ചേച്ചിയുടെ ശരിക്കും വീട് എവിടാ? എൻ്റെ വീട് ചെക്കന്നൂരാണ്, പക്ഷേ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ്. അപ്പം പിന്നെ സന്തോഷേട്ടനെ എങ്ങനെ പരിചയപ്പെട്ടു? എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഏട്ടൻ. കോളേജ് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെ ഈ വീട് വാങ്ങി ഇങ്ങോട്ടങ്ങ് പോന്നു. ആഹാ, അപ്പോൾ ഇപ്പോൾ ലൈഫൊക്കെ സെറ്റായില്ലേ? ഇപ്പോൾ ഓക്കെയാണ്. എങ്കിലും ഒരു നല്ല ജോലിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനിയും ആവാമല്ലോ. നോക്കട്ടെ, മോള് കുറച്ചുകൂടി ആവട്ടെ. ചേച്ചിക്ക് കോളേജിൽ കാമുകന്മാരൊന്നുമില്ലേ? പോടാ, എനിക്കാരുമില്ലായിരുന്നു. എന്നോട് പറ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും ക്ലൂസായില്ലേ? ചേച്ചിയുടെ മനസ്സറിയാനായി ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ടായിരുന്നു. കുറച്ച് കാലം സ്നേഹിച്ചു കിടന്നു. പിന്നെ അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാനതങ്ങ് ഒഴിവാക്കി. എന്തുദ്ദേശം? മനസ്സിലായെങ്കിലും ചേച്ചിയുടെ വായതൊന്നും കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു. പോടാ, നിനക്കറിയാത്ത പോലെ. എന്താ വേണ്ട, പറയണ്ട. എടാ മണ്ട, അവന് മറ്റേതായിരുന്നു ആവശ്യം. അങ്ങനെ സ്നേഹിക്കുന്ന വായനല്ലേ, എന്താ കുഴപ്പം? അതല്ലടാ, വേറെ ഒരുപാട് പേരുടെ കൂടെ ഉണ്ട്. അതറിഞ്ഞപ്പോൾ ഞാനതങ്ങ് ഒഴിവാക്കി. അത് നന്നായി. അല്ല, നിനക്കൊന്നുമില്ലായിരുന്നോ? എനിക്കൊക്കെ ആര് വരാനാ ചേച്ചി? സത്യം പറയണം, നിന്നോട് ഞാനെല്ലാം പറഞ്ഞില്ലേ? സത്യമായിട്ടുമില്ല. അല്ലെങ്കിലും നമുക്കൊക്കെ ആരെ കിട്ടാനാ? ഞാൻ സെൻറ്റി അടിച്ചു. അതെന്താ നിനക്കൊരു കുഴപ്പം? നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലും വരണ്ടേ? അത് ശരിയാ. അപ്പോൾ ഇതുവരെ നിനക്ക് ഒരു പ്രേമം ഉണ്ടായിട്ടില്ലേ? ഇല്ല. സാരല്ല, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാകും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പോന്നു. അന്നത്തോടെ ചേച്ചിയും ഞാനും നല്ല കമ്പനിയായി, സുഹൃത്തുക്കളായി. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. കൂടുതലൊന്നും നടക്കുന്നില്ല. ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കാൻ എനിക്ക് വല്ലാണ്ടങ്ങിതായി. ഒരു ദിവസം വീട്ടിലെൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു. പായസം ഉണ്ടാക്കി കുടിച്ചു. അത് ഞായറായതിനാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും കിടന്നു. എനിക്ക് ദേവൂട്ടി തന്ന ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നോക്കിയായിരുന്നു ഞാൻ. നല്ല ഭംഗിയുണ്ട്. ഞാൻ അവളുടെ റൂമിലേക്ക് ചെന്നു. അവളിരുന്ന് പഠിക്കുക. പുറകിൽ പോയി ഞാൻ കണ്ണുമത്തി. ഏട്ടൻ എന്നെ മനസ്സിലായ പോലെ അവൾ പറഞ്ഞു. എന്താ? കണ്ണു തുറക്കല്ലേ, അടച്ചു വെക്കുമെന്ന് പറയുമ്പോൾ തുറന്നാൽ മതി. ഓക്കെ. ഓക്കെ. അവൾ കണ്ണടച്ച് നിന്നു. അടുത്ത വാക്ക് പറയുന്നതിന് മുമ്പേ അവളുടെ ഡ്രസ്സ് നോക്കി ഞാൻ അന്തം വേണ്ടി നിന്നു. കുറച്ച് മുമ്പ് കേക്ക് കട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സ് അവൾ മാറ്റി. ഇപ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു ബനിയനും ഒരു നിക്കർ ഇട്ടേക്കുക. ഇങ്ങനെ ആദ്യമൊക്കെ ഇടാറുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബനിയൻ അല്പം താന്ന് അതൊക്കെ തെളിഞ്ഞ് കാണാം.
മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവയിൽ നിന്ന് കണ്ണെടുത്തു. തുറക്കട്ടെ? ഞാൻ തൂക്കുന്നതറിയാതെ അവൾ എന്നോട് ചോദിച്ചു. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. കണ്ണു തുറന്ന് അവളുടെ ഗിഫ്റ്റ് ഞാൻ അണിഞ്ഞു നിൽക്കുന്നത് കണ്ട് അന്തം വിട്ടു. ശരിക്കും വാങ്ങിയിട്ട് എന്തൊരു ചേർച്ച! വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇത്ര വിചാരിച്ചില്ല. അതാണ് ഞാൻ. പെട്ടെന്ന് അവൾ കണ്ണുപൊത്തിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. എന്നാലും പറ, എന്താ? അവൾ മുഖത്തുനിന്ന് കൈകൾ മാറ്റി താഴേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും മുഖം പൊത്തി. ഈശ്വര, ഞാൻ ഞെട്ടി. നേരത്തെ അവളുടെ ഇത് കണ്ട് എൻ്റെ ഇതൊന്ന് സെറ്റായിട്ട് നിൽക്കാമായിരുന്നല്ലോ. ഞാൻ അക്കാര്യം ഓർത്തില്ല, ശ്രദ്ധിച്ചില്ല. ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഏട്ടാ, ശരിയാക്കിയോ? അവൾ നാണത്തോടെ എന്നോട് ചോദിച്ചു. ശരിയാക്കി. അത് ശരിയാക്കിയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ അവളോട് പറഞ്ഞു. ഉള്ളി മുഴുവൻ ചമ്മൽ മാത്രം. അവൾ കൈമാറ്റിക്കൊണ്ട് ആദ്യം നോക്കിയത് എൻ്റെ അവിടേക്ക് തന്നെ. കുഴപ്പമില്ല, അത് കണ്ടപ്പോൾ അവൾ ചിരിച്ചു. അയ്യേ, മോശം മോശം. അവൾ എന്നെ കളിയാക്കി. എന്ത് മോശം? നാണാവുന്നു. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ കണ്ടല്ലോ. എന്ത് കണ്ടെന്നാ പറയണേ? ഡീസൻ്റാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേട്ടൻ്റെ എനിക്ക് മടിയാവോ? മുഴുവനാക്കാതെ അവളെ നിർത്തി. എനിക്ക് മനസ്സിലാവുന്നില്ല, പറയടി. അവളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല സുഖം തോന്നി. മറ്റെല്ലാം ഞാൻ മറന്നു. വേണ്ട, ഞാൻ പറയില്ല. അപ്പോൾ ഏട്ടനെ ഇഷ്ടമല്ലേ? അയ്യോ, എൻ്റെ ഏട്ടനെ എനിക്ക് ജീവനാ. എന്നാ പറ, എന്താ നീ കണ്ടേ? ഏട്ടനെ അതില്ലേ, അത് വലുതായിട്ട് നിൽക്കുന്നതാണ്. അവൾ അവിടെ ചൂണ്ടിക്കാണിച്ച് നാടിച്ച് മുഖത്തായിട്ട് പറഞ്ഞു. അതതിന് വലുതായില്ലല്ലോ, മോൾക്ക് തോന്നിയതാ. അല്ല, ഞാൻ കണ്ടു. അതിനക്ക് മോൾക്ക് മടിയായോ? എന്തിനാ പഠിക്കുന്നത്? മോളുടെ ഏട്ടനല്ലേ. എന്നാലും എന്ത് കണ്ടിട്ടാ അത് തായേ? അറിയാൻ പറഞ്ഞ മോൾക്ക് എന്നോട് ദേഷ്യാവോ? ഇല്ല. അതുപോലെ അവിടെ കണ്ടിട്ട് തന്നെ. അയ്യേ, ഏട്ടൻ അവനത് നാടിക്കണേ. ഇങ്ങനെ കാണാൻ രസമുള്ളതും വലുതൊക്കെ കണ്ടാൽ ഏത് ആൺകുട്ടികളുടേതും സെറ്റാവും മോളെ. അറിയില്ലേ? അതൊക്കെ അറിയാം. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എന്നാലും എൻ്റെ എന്ത് കണ്ടിട്ടാ? അത് മോളുടെ അവിടെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അത് പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു നാണവും തെളിച്ചും കണ്ടു. അപ്പോൾ ഞാൻ തടി കൂടിയും ബോറൊന്നുമില്ലല്ലേ? ആര് പറഞ്ഞു എൻ്റെ മോള് ബോറാണെന്ന്? ഇതുപോലെ എത്ര സെറ്റാണ് നിൽക്കുന്ന പെൺകുട്ടികളെ ആണുങ്ങൾക്ക് ഇഷ്ടം. അത് കാണാൻ തന്നെ ഒരു രസമാണ്. എൻ്റെത് അത്രയ്ക്കും വലുതാ ആണല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ മോളോട് ടൈറ്റ് ഡ്രസ്സ് ഇടരുതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. എന്നിട്ടിപ്പോൾ ടൈറ്റ് ഡ്രസ്സ് അല്ലല്ലോ. എന്നിട്ടെന്താ ചേട്ടൻ്റെ അങ്ങനെ ഇതായേ? അതിൻ്റെ ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു. അതെന്ന് പറഞ്ഞപ്പോൾ താഴത്തോടെ അവളെ മനിൽ മുകളിലേക്ക് ഉയർത്തി. എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് ഏട്ടൻ്റെ പെങ്ങളല്ലേ. ഇത്രയും ഭംഗിയുള്ളത് കണ്ട ആരും നോക്കിപ്പോവില്ലേ? വെറുതെ പറയുന്നതാ. അല്ല, മോൾക്ക് കാണണോ? എങ്ങനെ? മോള് ബുക്ക് മടക്കി വെച്ച് റൂമിലേക്ക് വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. വേണോ? എൻ്റെ ദൈവൂട്ടിക്ക് കാണണമെങ്കിൽ വാ, കാണണം. ഞാൻ അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. വാതിലടച്ച് എൻ്റെ അപ്പോഴും സെറ്റായിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ പെട്ടിക്കിടന്നു. അവളും ഇതുവരെ ഒരു മടിയില്ലാതെ കിടന്നിരുന്ന നമുക്ക് ഇപ്പോൾ ഒരു നാണമൊക്കെ കാണാം. ഞാൻ ഫോണെടുത്ത് കുറച്ച് മലയാള നടിമാരുടെ ഫോട്ടോസൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ കാണിച്ചെടുത്തു. ഒരു ഞെട്ടലോട് കൂടി അവളിങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു. കണ്ടോ കണ്ടോ, ഇതിനേക്കാൾ എത്രയും ഭംഗിയാണ് എൻ്റെ മോളുടെ. അറിയോ? അവൾ ഒന്നും മിണ്ടിയില്ല, ഫോട്ടോയിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അവസാനം നമ്മുടെ സണ്ണി ചേച്ചിയുടെ കാണിച്ചു കൊടുത്തു. ഇത്രയേക്കാൾ നല്ലതാ മോളുടെ. അത് പറഞ്ഞപ്പോൾ അവൾ ആ ഫോട്ടോയിലൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇപ്പോൾ മനസ്സിലായി, എൻ്റെ വെറുതെ എന്നെ കളിയാക്കുന്നതാണ്. എൻ്റെ ക്ലാസ്സിലെ പെൺപിള്ളേർ പറയാറുണ്ടല്ലോ ഇവരുടെയൊക്കെ സൂപ്പറാണെന്ന്, അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണെന്നൊക്കെ. ആഹാ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സംസാരിക്കാറുണ്ടോ ഫ്രീ പീരീഡ്സിൽ? എന്താ ഏട്ടൻ സത്യം പറഞ്ഞതാണ്, ഏട്ടൻ്റെ മോളുടേത് ഇതിനേക്കാളൊക്കെ നല്ല ഭംഗിയാണ്. അവളുടെ മുഖം കൂടുതൽ തിളങ്ങി. എന്തിനാ ഏട്ടാ കളിയാക്കുന്നേ? ദേവുനെ എൻ്റെ വിശ്വാസമല്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും ഓരെന്നാലും ഇല്ല. ഞാൻ തെളിയിച്ചു തരട്ടെ. എങ്ങനെ? അത് മോളുടെ ഫോട്ടോ ഏട്ടൻ എടുത്തു തരട്ടെ. എന്ത് ഫോട്ടോ? ഇതുപോലത്തെ. എന്നിട്ട് രണ്ടും കൂടി വെച്ച് ഞാൻ കാണിച്ചു തരാം. അയ്യേ, എനിക്ക് നാണാ. പുകേ,
ഞാനല്ലേ, വേറെ ആരും അല്ലല്ലോ. മോൾക്ക് കാണണ്ടെങ്കിൽ വേണ്ട. എന്താ ഏട്ടാ, അങ്ങനൊന്നും വേണ്ട. എനിക്കറിയാം ഏട്ടൻ എന്നെ കളിയാക്കാൻ പറയുന്നതാണെന്ന്. ഓക്കെ, മോള് വിശ്വസിക്കണ്ട. മോളുടെ കൂട്ടുകാരികളോട് ഇതിനെക്കുറിച്ച് വെറുതെ സംസാരിച്ചു നോക്കും. നാളെ പോകുമ്പോൾ ചോദിക്കാം. ആ, അത് മതി. എന്നാ ഞാൻ പോട്ടെ, പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ കൂടെ കിടക്കുന്നില്ലേ? എനിക്ക് പഠിക്കാനുണ്ട്. നാളെ വന്നിട്ട് ഞാൻ കിടക്കാം. എൻ്റെ ചക്കരേട്ടനല്ലേ, പ്ലീസ്. പോയി പഠിച്ചോ. എനിക്കൊരു ഉമ്മ വന്നിട്ട് വെക്കോ. അവൾ അങ്ങനെ തന്നിട്ട് വാതിലും തുറന്ന് ഓടിപ്പോയി. അതൊക്കെയായ സെറ്റായിട്ട് പൊട്ടനായിട്ട് അയാളവിടെ ഇരിപ്പുണ്ട്. നിമിഷ നേരം കൊണ്ട് അതൊക്കെ പോയി. അപ്പോഴേക്കും ആ വാതിൽ തുറന്ന് കിടക്കരുത്. എൻ്റെ സ്വഭാവം എല്ലാം നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി. പിറ്റേ ദിവസം നേരെ വെടുത്തപ്പോൾ എല്ലാവരും കുറ്റബോധമായിട്ട് തോന്നി. വേണ്ടായിരുന്നു എന്ന്. പക്ഷേ സാഹചര്യങ്ങൾ അതെല്ലാം മാറ്റുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കണം. പിന്നെ മനസ്സൊക്കെ ഒന്ന് മാറിക്കോളും. ശനിയാഴ്ച ഒരു ഫയർ ആൻഡ് സേഫ്റ്റി എക്സാം ഉണ്ട്. ഇപ്രാവശ്യം കട്ട് ഓഫ് കുറവാണെന്ന് കേട്ടു. ഇരുന്നും പഠിച്ചു. 2 ദിവസം ദേവൂട്ടി വന്നെങ്കിലും ഞാൻ പഠിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ടിക്കാതെ അവളങ്ങ് പോയി. അവൾക്കറിയായിരുന്നു എൻ്റെ എക്സാമിൻ്റെ കാര്യം. കോട്ടയത്താണ് എക്സാം സെൻറ്റർ. ചെങ്ങന്നൂരിലെത്തണം. നാളെ രാത്രി അവിടെ തങ്ങി മറ്റന്നാൾ സുഖമായിട്ട് പരീക്ഷയ്ക്ക് പോവാം. ഓരോ കണക്ക് കൂട്ടലിലും ഞാനിങ്ങനെ നിൽക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരം പുറപ്പെടാൻ തീരുമാനിച്ചു. ബസ് യാത്ര ചെയ്യണം. ഒരു KSRTC സൈഡ് സീറ്റും പിടിച്ച് പഴയ ഗാനങ്ങളും കേട്ടങ്ങ് പോവാം അല്ലേ? മനസ്സിലൊരു വൈബ് കൊണ്ടുവന്നു. അവിടെ ചെന്നിട്ട് ഒരു തുക്കട ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങാം. വെള്ളി രാവിലെ എഴുന്നേറ്റ് അനാഥനായി കിടക്കുന്ന പത്രവും എടുത്ത് വായിച്ചിരുന്നു. 16 വയസ്സുകാരെ യുവാവ് വീട്ടിൽ കയറി നിരവധി തവണ ആക്കിയ യുവാവ് റിമാൻഡിൽ. വാർത്ത വായിച്ച് ഞാൻ പുച്ഛിച്ചു. അതുവരെ അവനെ വിളിച്ച് കയറ്റിയിട്ട് വീട്ടിൽ പൊക്കിയപ്പോൾ ചെക്കൻ മൂഞ്ചി. കലികാലം എല്ലാതെന്താ പറയുക അല്ലേ? എപ്പോഴാണ് പോകുന്നത്? ചൂല് പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. വൈകുന്നേരം നോക്കട്ടെ. അപ്പോഴാ സ്നേഹ ചേച്ചിയും സന്തോഷേട്ടനും വരുന്നത് കണ്ടത്. ഇവരെന്താ പതിവില്ലാത്ത ഇവിടെ? സ്നേഹ ചേച്ചിയെ കണ്ടതും ഞാനൊന്ന് ഉണർന്നു. എന്താ മോളെ രാവിലെ തന്നെ? അവൻ്റെ അടുത്തേക്ക് ചെന്ന് അമ്മ ചോദിച്ചു. ഞങ്ങൾ അവൻ്റെ ഒരു സഹായം ചോദിച്ചു വന്നതാ. എന്നെ നോക്കി സ്നേഹ ചേച്ചി പറഞ്ഞു. ഇനി എന്താണാവോ? മഴയൊന്നും ഇല്ലല്ലോ. ഞാൻ പുറത്തേക്ക് നോക്കി. 2 പേരും എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. എണ്ണീറ്റുള്ളോ? സന്തോഷേട്ടൻ ചോദിച്ചു. അതെ, ഉറങ്ങിയപ്പോൾ അല്പം വൈകി. ഞാൻ വന്നത് നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കാനാ. ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാൻ? അത് ഇവളുടെ അച്ഛന് കുറച്ച് സീരിയസാണ്. കുട്ടി ഉണ്ടായത് കൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. എനിക്കാണേ നാളെ കൃഷി ഓഫീസ് വരുന്ന ദിവസവും മാറി നിൽക്കാനും പറ്റില്ല. നീ ഇവളുടെ കൂടെ അവിടെ ഒന്ന് പോയി വരാമോ? വിശ്വസിച്ച് വിടാൻ പറ്റുന്ന ഒരാൾ വേണ്ടേ? അതുകൊണ്ടാണ് നീ മതിയെന്ന് തീരുമാനിച്ച്. സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു. ചേച്ചിയുടെ കൂടെ നടക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നാളെ എനിക്ക് എക്സാമും ഉണ്ട്. എല്ലാം കൂടി ഒപ്പാണല്ലോ ഈശ്വര. അയ്യോ ഏട്ടാ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നാളെ എനിക്ക് PSC എക്സാം ഉണ്ട്. അതിനെനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാൻ പറഞ്ഞത് കേട്ട് ചേച്ചിയുടെ മുഖം വാടി. സാരല്ല, ഞാനൊരു ബസ് ചെയ്ത് കൊടുത്തോളാം. അവൾ ഒറ്റയ്ക്ക് പൊക്കോളും. അതും പറഞ്ഞ് അവർ പോകാൻ എണ്ണീറ്റു. അയ്യോ മോനെ, എനിക്ക് ചായ ഒഴിച്ചിട്ട് പോകാം, അമ്മ അവരോടായിട്ട് പറഞ്ഞു. അപ്പോഴാ ചേച്ചിയുടെ വീട് ചെങ്ങന്നൂരാണെന്ന് അത് പറഞ്ഞിരുന്നല്ലോ. ഐഡിയ. അല്ല, ചേച്ചിക്ക് എവിടേക്കാണ് പോകണ്ടേ? തിരിഞ്ഞു നിന്നത് ചേച്ചി എന്നെ നോക്കി. ചെങ്ങന്നൂർ. ചേച്ചി എന്നെ നോക്കി പറഞ്ഞു. അയ്യോ, എനിക്ക് എക്സാം ചെങ്ങന്നൂരിലാണ്. അത് കേട്ടതും അവർക്ക് സന്തോഷമായി. ഞാനിന്ന് വൈകുന്നേരത്തെ ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തത്. എന്താ ഒരു കാര്യം ചെയ്യ്, 2 മണിക്കുള്ള ബസ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. നിങ്ങളതിൽ പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ബുക്ക് ചെയ്തോ. ഞാൻ പൈസ എടുത്ത് വരാം. പൈസയൊന്നും വേണ്ട, നീ നിൻ്റെ ആധാർ കാർഡ് വെക്ക് വാട്സപ്പ് ചെയ്യ്. സീറ്റ് ഫുള്ളാകുന്നതിന് മുമ്പ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. പൈസ എടുക്കാൻ പോയ എന്നെ തടഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു. ചേച്ചി അപ്പം തന്നെ നമ്പർ തന്നു. ഞാനതിൽ ആധാർ കാർഡ് സെൻഡ് ചെയ്തു. അങ്ങനെ തന്ന് ചേച്ചിയുടെ നമ്പറും കിട്ടി. DP നോക്കിയപ്പോൾ മോളുടെ ഫോട്ടോ മാത്രം. എന്തായാലും ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. സമയമായപ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അച്ഛനോട് വിളിച്ച് പറഞ്ഞു. ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അവർ പോക്കാൻ റെഡിയായി നിൽക്കുന്നു. ചേച്ചിയുടെ മുഖത്ത് അല്പം വേവലാതിയുണ്ട്. അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാവാം. പുള്ളി ഞങ്ങളെ സ്റ്റാൻഡിലാക്കി ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ടാണ് പോയത്. ഏകദേശം സെൻറ്ററിലുള്ള സ്വീറ്റാണ് കിട്ടിയത്. സീറ്റ്
അച്ഛന് സുഖമില്ലാതെ പോകുന്നതായത് കൊണ്ട് വളരെ സംസാരിക്കാൻ ഞാൻ നിന്നില്ല. ചെങ്ങന്നൂരിൽ എത്തുന്നത് വരെ ചേച്ചി എന്നോട് ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളും അച്ഛൻ്റെ അവസ്ഥയും എല്ലാം പറഞ്ഞു. ചേച്ചിയുടെ വീട്ടിൽ നിന്നും 12 കിലോമീറ്ററാണ് എനിക്ക് എക്സാം സെൻറ്ററിലേക്കുള്ളത്. അതിനാൽ എന്നോട് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാനും പറഞ്ഞു. ചെങ്ങന്നൂരിൽ ബസ് ഇറങ്ങി ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കൂടെ ഇടുന്ന കാര്യമൊക്കെ മറന്ന് വയ്യാതെ കിടക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടം. അവിടെ കണ്ട 2 പിള്ളേർ എന്നോട് ആരാണെന്നൊക്കെ ചോദിച്ചു. അവരോട് ചേച്ചിയുടെ അച്ഛൻ്റെ അവസ്ഥയൊക്കെ ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. സെക്കൻഡ് അറ്റാക്കായിരുന്നു. അല്പം പ്രായമായിട്ടുണ്ട്. അവിടെ ചേച്ചിയുടെ അമ്മയും നാത്തൂരും മക്കൾ 2 പേരും മാത്രമാണ് ഉള്ളത്. ചേച്ചിയുടെ ആങ്ങളെ ഗൾഫിലാണ്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഒരു അരമണിക്കൂറായി കാണും. 9ാമത്തെ തിണ്ണയിലിരുന്ന് ഫോണിൽ കളിക്കാറുന്നതിൻ്റെ അടുത്തേക്ക് ചേച്ചി വേഗത്തിൽ വന്നു. എന്നിട്ട് അയ്യോ ദേവാ, നിന്റെ കാര്യം പറ്റി മറന്നു. അച്ഛൻ്റെ അടുത്തെത്തിയപ്പോൾ എല്ലാം മറന്നുവിടാ. നീ വാ അകത്തിരിക്ക്, നീ വെള്ളം എടുക്കാം. എന്നെ ശ്രദ്ധിക്കാത്തതിലുള്ള എല്ലാ വെപ്രാളവും ആ സംസാരത്തിൽ ഞാൻ കണ്ടു. വെള്ളമൊക്കെ ഏതോ ഒരു ചേച്ചി തന്നു. സോറി കേട്ടോ, നീ വാ. ചേച്ചിയുടെ ബാഗെടുത്തന്നെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തി. അച്ഛനെ കണ്ടതോടുകൂടി ചേച്ചി നേരത്തെ എന്നെ മറന്നതിൽ ചേച്ചി കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും മനസ്സിലായി. വയസ്സായി എല്ലും തോലുമായ മനുഷ്യൻ കണ്ടിട്ട് എനിക്കെന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അടുത്ത നിരവധി മരുന്നുകൾ കാണുന്നുണ്ട്. ആ റൂമിലൊരു മരുന്നിൻ്റെ ഗന്ധം തള്ളം കെട്ടി നിൽപ്പുണ്ട്. എനിക്കൊരു റൂം കാണിച്ച് അതിൽ വിശ്രമിക്കാൻ പറഞ്ഞു. ചേച്ചി നേരെ അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നത് കണ്ട് മോള് ചിലപ്പോൾ അമ്മയുടെ കയ്യിലായിരിക്കും. ഞാനൊന്ന് ഫ്രഷായി വെറുതെ ഫോണിൽ കളിച്ചിരുന്നു. എക്സാമിന് പഠിക്കാൻ നിന്നാൽ ഉള്ളതും പോവും. സോ ഇപ്പോൾ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യുന്നതാണ് നല്ലത്. രാത്രി 8 മണിയായപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരോടും ഞാൻ വളരെയധികം കമ്പനിയായി. എന്നെക്കുറിച്ച് ചേച്ചി അവരോട് ഒരുപാട് സംസാരിച്ചു. ഇതൊക്കെ ചേച്ചി എപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ തന്നെ ചിന്തിച്ചു. രാത്രി കിടക്കാൻ നേരം ചേച്ചി റൂമിൽ വന്നു. നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോടാ എന്നൊരു ചോദ്യം. എന്തിന്? അല്ല, നേരത്തെ എന്തിനു ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ അതിന്. ഓ അതോ, അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. മോളെവിടെ? അമ്മയുടെ അടുത്തുണ്ട്. നിനക്കിനി കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. നാളെ വൈകിട്ട് ബസ് ബുക്ക് ചെയ്യണ്ടേ? ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്തോരം കാര്യങ്ങൾ എന്നെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞ് ഇതൊക്കെ എപ്പോൾ മനസ്സിലാക്കി? എടാ, സ്ത്രീകൾക്കൊരാടിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചേച്ചി അത് പറഞ്ഞതും ഞാനൊന്ന് ഞെട്ടി. എൻ്റെ ഉദ്ദേശകാലം ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ശരി, നീ കിടക്ക്, രാവിലെ പോകേണ്ടല്ലേ? ഞാനൊന്ന് മൂടി. അങ്ങനെ ചേച്ചി പോയി. അപ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ നേരത്തെ എണ്ണീറ്റു. വീട്ടിലൊക്കെ വിളിച്ചു. മുറ്റടിക്കുന്ന ശബ്ദം കേട്ട് അടച്ചിരുന്ന ജനൽപ്പാളികൾ വെറുതെ തുറന്നു നോക്കി. അടുത്ത വീട്ടിലേതൊരു ചേച്ചിയാണ്. രാവിലെ തന്നെ നല്ല വലിപ്പമുള്ളതൊക്കെ കണ്ട് കടി കൊള്ളാം. ഞാനത് നോക്കിക്കൊണ്ടിരുന്നു. ആ ചേച്ചിയുടെ അടുത്തേക്ക് അകത്തു നിന്നും ഭർത്താവെന്ന് തോന്നിക്കുന്ന ആൾ വന്നു. അവളേന്ന് നോക്കി മീശ വിളിച്ചു. നാണം വന്നവൾ ചൂലിൻ്റെ പുറകെ 2 കുത്തി കുത്തി അയാളിടന്ന് കോഴത്ത് അകത്തേക്ക് പോയി. മടക്ക് കുത്തിയ തുണിയിലൂടെ എന്താ പറയുക, ആ ഒരു നിപ്പിൽ തൂപ്പ് അത് തന്നെ. അവളുടെ പിറകേട്ട് അയാളും അകത്തേക്ക് പോയി. ഇപ്പം പോയി നോക്കിയാൽ ഒരു അംഗം വിട്ട് കാണാം. ഞാനൊന്ന് ഉറക്കെ ചിരിച്ചു. കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിഞ്ഞ് എക്സാം സെൻറ്ററിലേക്ക് പോയി. റൂമെല്ലാം കണ്ടുപിടിച്ചു. കറക്റ്റ് സമയത്തിന് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം എല്ലാം അറ്റൻഡ് ചെയ്തു. പരീക്ഷ കഴിഞ്ഞ് കൃത്യം 5 മണിയായപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലെത്തി. ഇനി നിൽക്കാൻ സമയമില്ല, പെട്ടെന്ന് പോകണം. 5:40 ബസ്. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി സ്റ്റാൻഡിലെത്തി. സമയമായപ്പോൾ ബസ് കയറി സീറ്റ് നോക്കി പിടിച്ചു. ഇപ്രാവശ്യം പുറകിലാണ് സീറ്റ് കിട്ടിയത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ബസ് പുറപ്പെട്ടു. രാത്രിയായതിനാൽ തന്നെ എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മോളെ കുറച്ച് നേരം ഞാൻ നോക്കി. കുറച്ച് കഴിഞ്ഞ് മാമി മോൾക്ക് പാൽ കൊടുക്കില്ല, അത് തന്നെ. ആരെങ്കിലും ശ്രദ്ധിക്കണമെന്ന് നോക്കി. എനിക്കാണെങ്കിൽ അതൊന്ന് കാണാൻ കൊത്തിയായി. എന്നാ നോക്കുന്നത്, ആരെങ്കിലും ശ്രദ്ധിക്കണമെന്ന് നോക്കുന്നത് ചേച്ചി എന്നോടായിട്ട് പറഞ്ഞു. ആരെങ്കിലും നോക്കുന്നുണ്ടോയെന്ന് നോക്കിയതാണ്. ആരും നോക്കില്ല ചേച്ചി, ധൈര്യമായിട്ട് കൊടുത്തോ. ചേച്ചി അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇരുട്ടായതിനാൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ല, ഇപ്രാവശ്യം പാസ്സാവാൻ ചാൻസ് ഉണ്ട്. കൊള്ളാലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി പറഞ്ഞല്ലോ
ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചേച്ചിക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലായത്? എന്തൊക്കെയാണ് മനസ്സിലായേ? അതൊക്കെ കഴിയും, അത് ഞങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. എന്നാ പറ, എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലായേ? അങ്ങനെ ചോദിച്ചാൽ നീ ഒരു നല്ല പയ്യനാണെന്ന് എനിക്കറിയാം. പിന്നെ ആര് വിളിച്ചാലും മറ്റൊന്നും ആലോചിക്കാൻ അവരെ സഹായിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഭാഗ്യം. അപ്പോൾ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സ്വയം ആശ്വസിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എനിക്കങ്ങനെ ഉറക്കമൊന്നും വരില്ല. ചേച്ചിക്കോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് എത്തുന്നത് വരെ വളരെ മീറ്റിംഗ് പറഞ്ഞിരിക്കാം. ഓക്കെ. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. ആഹാ, എന്നിട്ടാണോ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? ഞാനില്ലേ, ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. എന്താ, ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് മലയാള നടന്മാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഫഹദ് ഫാസിൽ. അതെന്താ? പുള്ളിയുടെ സിനിമ പരാജയമാണെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസം, അതുമാത്രം മതി. ചേച്ചിക്കാരെയാ? എനിക്ക് ടോവിനോനെയാ. മിന്നൽ മുരളി കണ്ടിട്ടാ? ഞാനത് കളിയാക്കി ചിരിച്ചു. അതൊന്നുമില്ല, പുള്ളിയുടെ പടങ്ങൾ നീ കണ്ടിട്ടില്ലേ? ഗോതയൊക്കെ എന്തൊരു ഫീലാണ്. പിന്നെ നല്ല അഭിനയമാണ് ആള്. എനിക്കിഷ്ടമാണ് പുള്ളിയെ. അപ്പോൾ ചേച്ചിക്ക് നടിമാരിലാരെയാണ് ഇഷ്ടം? എനിക്കൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, മഞ്ജു വാര്യർ. എനിക്ക് തോന്നി ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കാരെ ഇഷ്ടം? എനിക്ക് പാർവതി. ജയറാമിൻ്റെ പാർവതിയാ? നോ, നമ്മുടെ കാഞ്ചനമാലയില്ലേ. അതെന്താ? എൻ്റെ ഏട്ടനൊന്നും മോളെ കണ്ടെടുത്ത കണ്ടുവിടാ. അവളുടെ അഭിനയം തന്നെ കരഞ്ഞുവിടൊരു പോരുമില്ലാതെ അഭിനയിക്കാൻ അവൾ മിടിക്കുക. പിന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പാർവയ്ക്കോ? അത്രയ്ക്ക് ഭംഗിയുണ്ടോ പാർവതി? പിന്നെ ചാർലി കണ്ടില്ലേ, എന്നെ ഒരു ലുക്ക. മാത്രമല്ല ബോഡി, സൂപ്പറാ. അയ്യേ, നീ അതൊക്കെയാ നോക്കുന്നേ? ഇപ്പം ഒരു തടിച്ചിയല്ലേ? എവിടെ, അത്രയ്ക്ക് തടിയൊന്നുമില്ല. ചേച്ചിക്ക് തോന്നുന്നതാ. ചാർലിയിലൊരു സീനുണ്ട്, സൂപ്പർ സീനാണ് ചേച്ചി. ആ ലോഡ്ജിൽ നിന്ന് ഓടുന്ന സീനായിരിക്കും. ചേച്ചി എന്നൊന്ന് ഇരുത്തി ചോദിച്ചു. അതെ, എങ്ങനെ മനസ്സിലായി? ആ പടം ഇറങ്ങുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കായിരുന്നു. എല്ലാ ആൺകുട്ടികളെയും എനിക്ക് നല്ലപോലെ അറിയാൻ മോനെ. എന്തറിയാന്ന്, ഒരു ക്ലാസ്സിൽ നിന്ന് ആ സീന് മാത്രം കണ്ട് കമൻറ്റ് പറയുന്നത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് സൂപ്പറാണത്. ഓഹോ, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ അതിൽ ഇത്ര രസം നിങ്ങൾ ആൺകുട്ടികൾക്ക്? അതിപ്പോൾ ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയും? നീ പറഞ്ഞോ, എന്നോടല്ലേ. അവളിപ്പോൾ നല്ല ഫ്രണ്ട്സ് അല്ലേ. എന്തായാലും ഞാൻ ഓപ്പണായി പറയുമ്പോൾ അത് വേണ്ട. നീ പറഞ്ഞോടാ, ഞാനൊന്നും പറയില്ല. അതിലവൾ ഓടുമ്പോൾ അതിങ്ങനെ കുലുങ്ങില്ലേ, അത് കാണുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. എല്ലാം നോക്കി വെച്ചേക്കാണല്ലേ. സമയം പോകണ്ടേ ചേച്ചി. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. എന്ത് കാര്യം? ചേച്ചിയെക്കുറിച്ചാ? എന്നെക്കുറിച്ചോ? അതെ, അല്ലേ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നീ പറ, കാര്യം എന്താ? വേണ്ട ചേച്ചി, ഞാൻ ചിലപ്പോൾ മനസ്സിൽ തോന്നിയത് പറഞ്ഞാൽ ചേച്ചിക്ക് എന്നോട് ദേഷ്യം വരും. നീ പറയുന്നുണ്ടോ? എനിക്കൊരു ദേഷ്യവും വരില്ല. ഉറപ്പാ? ഉറപ്പ്. ഇനി പറ. ചേച്ചിയെ കാണാൻ നിഖില വിമലിൻ്റെ മുഖവും പാർവതിയുടെ ബോഡിയാ. എടാ ദുഷ്ടാ, നീ അപ്പം അതൊക്കെ നോക്കി നടക്കാണല്ലേ? അതെന്താ ചേച്ചി, ഞാൻ ചേച്ചിയെ കണ്ട കാര്യമല്ലേ പറഞ്ഞേ. എന്നാലും അവളുടെ അത്ര തടിയുണ്ടോടാ ഞാൻ? അയ്യോ വേണ്ട, ഞാൻ പറയൂല. പ്ലീസ് പറയടാ. അവളുടെ മനസ്സിൽ തൻ്റെ ശരീരത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കണ്ടു. ഞാനത് മൊത്തത്തിലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ചേച്ചി അത്രയ്ക്കും തടിയൊന്നുമില്ല, എന്താ ബാക്കിയെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ അവളുടെ മുന്നും ബാക്കൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ. അയ്യോ ബോറാ? എടാ, എന്നെ കണ്ടത് അത്രയ്ക്കും ബോറാണോ? അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ വേണമായിട്ട് ഓപ്പണായിട്ട് തന്നെ പറയാം, കേട്ടിട്ട് പിന്നെ പിണങ്ങരുത്. ഇല്ല, നീ പറ. അപ്പോൾ പറച്ചിലോട് കൂടി നമ്മുടെ കഥ ഇവിടെ തിരിയാം. അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അറിയണ്ടേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചിക്കുട്ടിയായിട്ട് എന്തെങ്കിലും ഉടായ്പ ഉണ്ടാവുമോ ആവും, അതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വരും കഥകളിൽ കേൾക്കാം കേട്ടോ. കഥയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പിന്നെ ടെലിഗ്രൂപ്പിലില്ലാത്തവരൊക്കെ ടെലിഗ്രൂപ്പിലേക്ക് വരിക. എല്ലാം കൊണ്ടും സന്തോഷം മാത്രം. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.